ഈ മണ്ഡല പുനർനിർണയത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനം പ്രഖ്യാപിച്ചത്. We all are in favor of women's reservation bill, but the way in which they have brought, for that we have got reservations. It is politically motivated, just to trap and suppress the opposition parties. The government is doing like this. ാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ 12 കൊല്ലക്കാലമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഓരോ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമ്പോഴും ആ ബില്ലിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവർക്ക് ഭൂരിപക്ഷം നേടാനുള്ള അജണ്ട. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ 12 കൊല്ലവും കാണാത്ത രീതിയിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു ബില്ലാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല്. ഡൽഹിയിൽ നിന്ന് വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലൂടെ മാത്രം BJPക്ക് ഭരിക്കാൻ അവസരം കിട്ടുമെന്ന ഒരു ആശങ്കയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ളത്. ഒപ്പം തന്നെ ഈ നേരത്തെ പി വസന്ത് സൂചിപ്പിച്ചതുപോലെയുള്ള ഈ 50% എന്ന ഫോർമുല അത് മുന്നോട്ട് വരുമ്പോഴും ഈ എതിർക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ പ്രതിപക്ഷം? അതായത് വനിതാ സംവരണത്തിനെ ഒരു ഘട്ടത്തിലും എതിർക്കാനില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. അതായത് വനിതാ സംവരണം എന്ന ആശയം മുൻപോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. നേരത്തെ 50% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അത്തരമൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ കാലത്താണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബില്ലിൽ 2023 തന്നെ വനിതാ സംവരണം സംബന്ധിച്ച ബില്ല് പാസ്സാക്കിയതാണ്. പക്ഷെ അതിന്റെ വ്യവസ്ഥകളിൽ മാറ്റം വരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് ഈ ഡീലിമിറ്റേഷൻ ബില്ലിന്റെ മറവിലൂടെ വനിതാ സംവരണത്തിന്റെ പേരിൽ BJP കൃത്യമായ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഉപാധികൾ വെച്ചുകൊണ്ട് വനിതാ സംവരണം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി എതിർക്കുന്നത്. ഇപ്പോഴുള്ള അംഗബലം അനുസരിച്ച് ഈ വനിതാ സംവരണം 33% സീറ്റുകൾ വനിതകൾക്ക് മാറ്റിവെക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് എങ്കിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ MP-മാരും സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് പകരം ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരിക, BJPക്ക് കൂടുതൽ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക, ആ സീറ്റുകളിൽ ചിലത് ഇത്തരത്തിൽ വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നിങ്ങനെയുള്ള നിലപാടിലേക്ക് BJP മുന്നോട്ട് പോകുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം 2029 ശേഷം 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതിക്കായി നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് NDAക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ വേണം. പക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ വാക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബഹളമുണ്ടാക്കുകയോ അല്ല ചെയ്യുക. കൃത്യമായി ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആ ചർച്ചയിൽ തങ്ങളുടെ എതിരഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് കൂടിയാണ് ഇപ്പോൾ പറയുന്നത്.